ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ഇയാളെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. വ്യാഴാഴ്ച നടന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത് ഇയാളാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും വ്യാഴാഴ്ച പുലർച്ചെ 2:30 മുംബൈയിലെ ബാന്ദ്രയിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയാൽ മാരകമായി സെയ്ഫിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. നട്ടെല്ലിൽ കുത്തിയ കത്തിയുടെ ഒരു ഭാഗം കുടുങ്ങിയ നിലയിലാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് വിവരം. കഴുത്തിൽ ഉൾപ്പെടെ 6 കുത്തേറ്റ് സെയ്ഫ് അലി ഖാനെ ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട് ചോര വാർന്ന സെയ്ഫിനെ ഓട്ടോറിക്ഷയിലാണ് മകൻ ഇബ്രാഹിം ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് വിവരം. 54-കാരനായ ബോളിവുഡ് നടനും ഭാര്യ കരീന കപൂറും ആൺമക്കളും ബാന്ദ്ര വെസ്റ്റിലെ 12 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഇവിടെയാണ് ബോളിവുഡിലെ പല താരങ്ങളും പാർക്കുന്നത്. സെയ്ഫിന്റെ കുടുംബം 4 നിലകളിലായിട്ടാണ് താമസിക്കുന്നത്. മോഷണത്തിന് വേണ്ടിയാണ് അക്രമി വീടിനകത്ത് കടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നടൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മതിൽ ചാടിയാണ് മോഷ്ടാവ് അകത്തു കടന്നത്. കോമ്പൗണ്ടിൽ കടന്നയുടൻ ഇയാൾ വീടിന്റെ എമർജൻസി സ്റ്റെയർ വഴി സെയ്ഫ് താമസിക്കുന്ന ഫ്ലോറിലെത്തി. അപ്പാർട്ട്മെന്റിലേക്ക് ഇയാൾ കടന്നത് ഫയർ എസ്കേപ്പ് വഴിയാണ്. മോഷണത്തിന് വേണ്ടിയാണ് അക്രമി വീടിനകത്ത് കടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും കസ്റ്റഡിയിലായ ആളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നടൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മതിൽ ചാടിയാണ് മോഷ്ടാവ് അകത്തു കയറിയത്. NDTVയുടെ റിപ്പോർട്ട് പ്രകാരം സെയ്ഫ് അലി ഖാന്റെ വീട്ടുജോലിക്കാരിയായ ഏലിയമ്മ ഫിലിപ്സ് ആണ് പുലർച്ചെ 2 മണിയോടെ ആക്രമിയെ കണ്ടത്. ഇവരുടെ നിലവിളി കേട്ടാണ് സെയ്ഫ് ഉണർന്നത്. ഇതിന് പിന്നാലെ സെയ്ഫും മോഷ്ടാവും തമ്മിൽ മൽപ്പിടുത്തമായി. രക്ഷപ്പെടും മുമ്പ് ഇയാൾ 6 തവണ സെയ്ഫിനെ കുത്തി. കെട്ടിടത്തിന്റെ പിൻവശം വഴി മോഷ്ടാവ് കടക്കുന്നതിന്റെയും പുറത്തു പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്കൊപ്പം വീട്ടുജോലിക്കാരിയെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കനത്ത സുരക്ഷയുള്ള കെട്ടിടത്തിലെ സുരക്ഷാ ഗാർഡുകളുടെ വീഴ്ചയും അന്വേഷിക്കുന്നുണ്ട്. ആരും കാണാതെ പിന്നാമ്പുറത്തുകൂടി എങ്ങനെ സെയ്ഫിന്റെ അപ്പാർട്ട്മെന്റ് വരെ മോഷ്ടാവിനെത്താൻ കഴിഞ്ഞു എന്നതാണ് ചോദ്യം. മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞ പോലീസ് കണ്ടുപിടിക്കാനായി 10 സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ മോഷ്ടാവ് പിടിയിലായി എന്ന വാർത്ത പുറത്തു വന്നത്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ. പ്രതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല.